17-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഞാനോ നീതിയിൽ അങ്ങയുടെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാകും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: യു വിൽ ഷോ ദാറ്റ് ഐ ആം റൈറ്റ്. ഐ വിൽ എൻജോയ് യുവർ ബ്ലെസ്സിങ്. വെൻ ഐ വേക്ക് അപ്പ് ഐ വിൽ സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഐ വിൽ സീ യു. ഇവിടെ ഉണരുക എന്നതിൻ്റെ അർത്ഥം നിത്യമായ ഉണർച്ചയാണ്, അഥവാ മരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ്. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാനോ നീതിയിൽ തിരുമുഖം ദർശിക്കും. ഞാൻ ഉണരുമ്പോൾ അവിടുത്തെ രൂപം കണ്ട് സംതൃപ്തനാകും. ലാസർ മരിച്ചു കിടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. ക്രിസ്തുവിൽ മരിക്കുന്ന സകല വിശുദ്ധന്മാരും ഉണരും, അവരുറങ്ങുകയാണ്. അവർ ഉണരുമ്പോൾ അവർ ആദ്യം കാണുന്നത് കർത്താവിൻ്റെ മുഖമാണ്. സ്തോത്രം, 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 സ്തോത്രം. അവരാദ്യം കാണുന്നത് കർത്താവിൻ്റെ മുഖമാണ്. കർത്താവിൻ്റെ മുഖം അവർ കണ്ടു, അവർ തൃപ്തിയടയും. അവർക്ക് റിയാലിറ്റി മനസ്സിലാകും. ഇവിടെ സമ്പാദിച്ചതൊന്നുമല്ല യഥാർത്ഥ സമ്പത്ത്. യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് നിത്യജീവനാണ്. ആരെങ്കിലും ചിലരെ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപമായിരിക്കും. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദാവീദിനോട് ചേർന്ന് പറയാം, ഈ ലോകത്തിലെ ധനവാന്മാർ, ലൗകികം മാത്രം ചിന്തിക്കുന്നവർ, ഇവിടുത്തെ ഭൗതിക കാര്യങ്ങളിൽ ശവക്കുഴിയിലേക്ക് പോകുമ്പോൾ എനിക്കിനി അവിടുന്ന് ഒരു തിരിച്ചു വരവുണ്ട്. അന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖം കാണും. അത് കണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുനരുദ്ധാനത്തിൻ്റെ ചിന്ത ഈ സങ്കീർത്തനം നമുക്ക് തരികയാണ്. നാം ഒരു ദിവസം കർത്താവിൻ്റെ മുഖം കാണും. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൻ്റെ ലാഭമോ നഷ്ടമോ ചിന്തിച്ച് ഞങ്ങളുടെ ജീവിതം പാഴാക്കി കളയാതെ നിത്യതയുടെ ചിന്തയാൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിപ്പാൻ സഹായിക്കണമേ. സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.